ഒപ്പം അരിയിൽ ഒരു കാര്യം കൂടിയുണ്ട്. ആഴ്സനിക് എന്ന് പറയുന്നത് ഒരു ലോഹമാണ്, ഇതൊരു വിഷവും കൂടിയാണ്. നെല്ലിന് എന്താണെന്ന് അറിയത്തില്ല, ഭൂമിയിലെ പലയിടത്തും കിടക്കുന്ന ആഴ്സനിക്കിനെ വലിച്ചെടുക്കുന്നതിൽ വല്ലാത്തൊരു ഒരു ഒരു വിരുത് ഉണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ നെൽകൃഷി എന്ന് പറയുന്നത് പാടം നികത്തല് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരിസ്ഥിതി തീവ്രവാദികൾക്ക് ഒരുപാട് പേരുണ്ട്. എങ്കിലും ഈ നെൽകൃഷിയൊക്കെ നമ്മൾ തുടങ്ങിയതാണ്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാത്തതല്ല, അവിടെ നിന്നൊക്കെയുള്ള ഉൽപാദനമൊക്കെ ഉണ്ട്. പക്ഷേ അമിതമായിട്ട് അരി കഴിച്ച് അയ്യോ ഞങ്ങളുടെ നാട്ടിൽ അരിയില്ലേ എന്ന് വിലപിക്കുന്ന ഒരു കൂട്ടരാണ് മലയാളികൾ. ഇത്രയും അധികം അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് തോന്നുന്നത് ആവശ്യത്തിന് ഉൽപാദനം ഇല്ല എന്ന്. നമ്മൾ ഈ രീതി മാറ്റിയിട്ട് ഈ അരിഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയ പ്രോട്ടീൻ അധിഷ്ഠിതമായിട്ടുള്ള മറ്റ് സംഗതികൾ ഇത്തിരി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് അരി ഉൽപാദനമുണ്ട്. ഇത് ഏറെ കഴിക്കുന്നത് കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്കത് കൊണ്ടുവരേണ്ടി വരുന്നത്. ഒപ്പം ഭൂമിയുടെ ചൂട് കൂട്ടുന്ന വാതകങ്ങൾ, മീഥേൻ, അത് നല്ലൊരു ചൂട് കൂട്ടുന്ന സാധനമാണ്. അത് കൂടുതലും വരുന്ന എവിടെ നിന്നാണ്? ഈ നെൽപ്പാടങ്ങളിൽ നിന്നാണ്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി തീവ്രവാദികളും അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ വൈകാരികമായിട്ട് സമീപിക്കുന്നവരും ഒട്ടനെ പൊങ്കാല ആരംഭിക്കും. അതുകൊണ്ട് പലരും ഇത് പറയാറുമില്ല. ഒപ്പം അരിയിൽ ഒരു കാര്യം കൂടിയുണ്ട്. ആഴ്സനിക് എന്ന് പറയുന്നത് ഒരു ലോഹമാണ്, ഇതൊരു വിഷവും കൂടിയാണ്. നെല്ലിന് എന്താണെന്ന് അറിയത്തില്ല, ഭൂമിയിലെ പലയിടത്തും കിടക്കുന്ന ആഴ്സനിക്കിനെ വലിച്ചെടുക്കുന്നതിൽ വല്ലാത്തൊരു ഒരു ഒരു വിരുത് ഉണ്ട്. അത് ഈ സുരേഷ് സി പിള്ള, അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അദ്ദേഹം ഇതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ആഴ്സനിക് അരിയിലുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതൊരു വിഷമാണോ എന്ന് ചോദിച്ചാൽ ഫോറൻസിക് ടെക്സ്റ്റ് ബുക്കിൽ വരെ പറയുന്നതാണ് ആണ്. അപ്പം നമ്മള് പക്ഷെ ഗവേഷണങ്ങളൊന്നും ഇല്ലാത്ത രാജ്യത്ത് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയാൻ താല്പര്യമില്ല. നമ്മുടെ താല്പര്യം വേറെ ചില വിഷയങ്ങളാണ്. ഇതിനെപ്പറ്റിയും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ ജോലി? ഹൗസ് വൈഫ്. ഇപ്പം അത് മാറ്റിയിട്ടുണ്ട്. ഈ വളരെയധികം അവരെ ഇടിച്ചു താഴ്ത്തുന്ന, വില കുറച്ച് കാണുന്ന ഒരു പദം, എന്താ പണി? അത് വീട്ടമ്മ, ഹൗസ് വൈഫ്. ഒരു ശരാശരി ഭാരതീയ സ്ത്രീയുടെ ജീവിതം അടുക്കളയിൽ ഒതുങ്ങുന്നതിന്റെ കാരണവും ഈ അരിഭക്ഷണമാണ്. കാരണം രാവിലെ ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് അരിയൊക്കെ ആട്ടി വെക്കുക. അപ്പം ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇത് തന്നെയാണ്. ഇപ്പൊ രാവിലെ ഭർത്താവിനൊന്ന്, മക്കൾക്ക് വേറൊന്നായിരിക്കും. ഇതും ഇതിന്റെ കറികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള ചോറ്, അതിന് ഒരുപാട് കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി. ഇനി അടുക്കളയ്ക്കകത്ത് സ്ത്രീകളുടെ ജീവിതം ഒതുങ്ങിത്തീരുന്നതിൽ വലിയൊരു പങ്ക് അരി ആഹാരങ്ങള്, ധാന്യാഹാരങ്ങൾ വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സായിപ്പിന്റെ ഭക്ഷണം, സായിപ്പിനെ പൊക്കി പറയണമെന്ന് ആർക്കും തോന്നരുത്. അനുകരണീയമായ മാതൃകൾ ആര് കാണിച്ചാലും നമ്മൾ അനുകരിക്കുക. അതിന് വേറെ സങ്കുചിത ദേശീയവാദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പറയരുത്. അവരുടെ അടുക്കളയിലൊന്നും ഇത്രയും അധ്വാനം ഇല്ല. ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ചിട്ടു. നമുക്ക് അങ്ങനെയില്ല. ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീ അവരുടെ ജീവിതം ഇത്ര കണ്ട് ഹോമിച്ച്, ഇത്ര കണ്ട് പുകയൊക്കെ അകത്തേക്ക് വലിച്ചു കയറ്റി രോഗികളാകുന്നതിൽ വലിയൊരു പങ്ക് ഈ ഭക്ഷണ രീതി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്.